മോദിജി, തീർച്ചയായും രാമക്ഷേത്രത്തെക്കുറിച്ച് ചോദിക്കാതിരിക്കാനാവില്ല. ഞാനും അവിടെ പോയിരുന്നു, റിപ്പോർട്ടിംഗ് എല്ലാം ചെയ്തിരുന്നു. രാമക്ഷേത്രം തീർച്ചയായും ഇന്ന് ഭാരതീയർക്ക് വലിയ ഉത്സാഹം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ആ പ്രതിഷ്ഠ ചടങ്ങ് അത്രത്തോളം മഹത്തരവുമായിരുന്നു. താങ്കൾ ദക്ഷിണ ഭാരതത്തെയും ഉത്തര ഭാരതത്തെയും എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനും ഏകോപിപ്പിക്കാനും ശ്രമിച്ചിരുന്നു. പക്ഷേ ആ ചടങ്ങിനെ നരേന്ദ്രമോദിജി രാഷ്ട്രീയവൽക്കരിച്ചു എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്നില്ല. ഇപ്പോഴവർ പറയുന്നത് രാമക്ഷേത്രത്തിൽ പോകും, പക്ഷേ തീയതി തീരുമാനിച്ചിട്ടില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ അതൊരു വലിയ രാഷ്ട്രീയ വിഷയമായി മാറുകയും ചെയ്തു. ഈ രീതിയിൽ രാമക്ഷേത്രത്തെ രാഷ്ട്രീയവൽക്കരിച്ചതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഏറ്റവും ആദ്യം രാമക്ഷേത്രത്തെക്കുറിച്ച് ഈ രീതിയിൽ ആരോപണം ഉന്നയിക്കുന്നവരടുത്ത് എനിക്ക് ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമെന്നത്, നമ്മുടെ രാജ്യത്ത് പല രീതിയിലുള്ള വിദേശ അധിനിവേശങ്ങളുണ്ടായിരുന്നു. ഒരുപാട് കാലം ബ്രിട്ടീഷുകാർ ഈ രാജ്യം ഭരിക്കുകയും ചെയ്തിരുന്നു. നമ്മളെ അടിമകളാക്കി വെച്ചിട്ടാണെങ്കിലും ശരി, അവർ ഈ രാജ്യത്ത് പല കാര്യങ്ങളും ചെയ്തിരുന്നു. ഇവിടെ ആശുപത്രികളുണ്ടായിരുന്നു, ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടായിരുന്നു, സ്കൂളുകളുണ്ടായിരുന്നു, കോളേജുകളുണ്ടായിരുന്നു, റെയിൽവേ ഉണ്ടായിരുന്നു. അതായത് രാജ്യം മുന്നോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ എന്തിനാണ് നമ്മൾ വലിയ സ്വാതന്ത്ര്യ സമരം നടത്തിയത്? ആയിരക്കണക്കിന് ആളുകൾ ജീവൻ വെടിഞ്ഞത്, രക്തസാക്ഷികളായത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഈ കാലാപാനിയും തടവുകാരും ഒക്കെ ഉണ്ടായത് എന്തുകൊണ്ടായിരുന്നു? അത് നമ്മുടെ സ്വാഭിമാനത്തിൻ്റെ പ്രശ്നമായിരുന്നു. നമ്മളെ അടിമകളാക്കിയാണ് അവർ ഈ രാജ്യം ഭരിച്ചിരുന്നത്. ആ സ്വാഭിമാനബോധം നേടിയെടുക്കുന്നതിനാണ് വലിയ വലിയ രക്തരൂഷിതമായ കലാപങ്ങളും വിപ്ലവങ്ങളും സമരങ്ങളും ഉണ്ടായത്. എത്രയെത്രയോ മഹാ നേതാക്കളും സാധാരണ ജനങ്ങളും ഈ രാജ്യത്ത് ജീവൻ വെടിഞ്ഞത്, നമ്മുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയത് നമ്മുടെ സ്വാഭിമാനബോധം നേടിയെടുക്കുന്നതിന് വേണ്ടിയായിരുന്നു. ഏതാണ്ട് അതിന് തുല്യമായ രീതിയിൽ തന്നെയാണ് ഞാൻ അയോധ്യ രാമക്ഷേത്രത്തെ കാണുന്നത്. ഇത് ഭാരതത്തിന് മാത്രമല്ല, ലോകത്തിനാകെ മാതൃകയായിട്ടുള്ളൊരു സമീപനമാണ്. 500 വർഷം ഒരു വിഷയത്തിന് വേണ്ടി വ്യതിചലിക്കാതെ, ആയുധമെടുക്കാതെ, സമാധാനപരമായി, നിയമപരമായി എല്ലാ സംവിധാനങ്ങളോടും മത്സരിച്ച് നേടിയെടുത്ത ആ വിജയം ലോകത്തിനാകെ പ്രചോദനമാണ്. ഈ രാമക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റ് ചെയ്ത ഏറ്റവും വലിയ കാര്യമായി ഞാൻ കാണുന്നത്, അവർ ഈ രാജ്യത്തെ എല്ലാ മേഖലയിലും പെട്ട ആളുകളെ ആ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ആളുകളെ, കലാരംഗത്തെയും കായിക രംഗത്തെയും എല്ലാ ആളുകളെയും അവർ ക്ഷണിച്ചിരുന്നു. എല്ലാവരും അവിടെ പങ്കെടുത്തിരുന്നു. അതെങ്ങനെയാണ് രാഷ്ട്രീയമായി മാറുന്നത്? രാഷ്ട്രപതിയെയും ക്ഷണിച്ചിരുന്നു, പ്രധാനമന്ത്രി നിലയിൽ എന്നെയും ക്ഷണിച്ചിരുന്നു. രാഷ്ട്രപതിക്ക് അത്രയും ആളുകൾ വരുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാത്തതിൻ്റെ സാഹചര്യം അദ്ദേഹം ബോധ്യപ്പെടുത്തി മറ്റൊരു ദിവസം നിശ്ചയിച്ച് അദ്ദേഹം ആ ദിവസം അവിടെ വരികയും ചെയ്തു. ഒരു രാമഭക്തൻ എന്ന നിലയിൽ ഞാനവിടെ പോവുകയും ചെയ്തു. ഞാനവിടെ പോയത് അത്രയും മഹത്തായ ഒരു ചടങ്ങിൽ ഒരു സാക്ഷിയായിട്ട് മാത്രമാണ്. അല്ലാതെ ഞാൻ അവിടെ പ്രതിഷ്ഠ സ്ഥാപിക്കാൻ വേണ്ടി പോയ ആളല്ല. എനിക്കതിനുള്ള അവകാശവുമില്ല, അധികാരവുമില്ല, ഞാനതിന് യോഗ്യനുമല്ല. അതൊക്കെ ചെയ്തത് അവിടുത്തെ പൂജാരിമാരും പണ്ഡിത ശ്രേഷ്ഠന്മാരുമാണ്. ആ മഹത്തായ സംഭവത്തിൻ്റെ സാക്ഷിയായി എനിക്കവിടെ പോകാൻ അവസരം ലഭിച്ചത് എൻ്റെ ഭാഗ്യമായാണ് ഞാൻ കരുതുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ട്രസ്റ്റിനെതിരെ നിയമവ്യവഹാരം നടത്തിയിരുന്ന കുടുംബത്തിലെ പ്രധാനപ്പെട്ട ആളുകളെ പോലും അവർ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ച് ആദരവ് നൽകി. സുപ്രീം കോടതിയിൽ ഈ കേസ് നടത്തിയിരുന്ന ഇക്ബാൽ അൻസാരിയെ പ്രത്യേകമായി അവർ ക്ഷണിച്ചു. ഈ ഇക്ബാൽ അൻസാരി ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു. പങ്കെടുത്ത് അവിടെ വന്നിരുന്നു. വിശിഷ്ടാതിഥിയായി അദ്ദേഹത്തിന് ഈ ട്രസ്റ്റ് ആദരവ് നൽകി. അതാണ് ഭാരതത്തിൻ്റെ മഹത്വം. അദ്ദേഹം അവിടെ വന്നുവെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഗൺമാൻ ഒരു ഹിന്ദുവാണ്. ആ ഗൺമാന് അദ്ദേഹം അയോധ്യയിൽ നിന്ന് രാംലല്ലയുടെ ഒരു ചിത്രം സമ്മാനമായി നൽകി. അതാണ് ഞാൻ പറയുന്നത്. കാലങ്ങളോളം നിയമവ്യവഹാരം നടന്നു. അതിനൊരു പരിഹാരം സുപ്രീം കോടതി നിശ്ചയിച്ചു. അതിനുശേഷം എല്ലാവരും ഒന്നു ചേർന്ന് സമാധാനത്തോടു കൂടി വരും തലമുറയ്ക്ക് ഒരു നല്ല സന്ദേശം, അല്ലെങ്കിൽ ഈ ലോകത്തിന് ഒരു നല്ല സന്ദേശം നൽകാനാണ് ശ്രമിച്ചത്. അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റാണെങ്കിലും അതിനെതിരെ നിയമപോരാട്ടം നടത്തിയ ഇക്ബാൽ അൻസാരി ആണെങ്കിലും അവരെല്ലാം ഇത് അവസാനിപ്പിച്ച് ഒന്നു ചേർന്ന് നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ള തീരുമാനമാണ് എടുത്തത്. ഞാൻ പറയുന്നത്, ആ ഇക്ബാൽ അൻസാരിയാണോ സെക്യുലർ, അതോ ഈ വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന് വേണ്ടി ചിലരെ ഭയപ്പെട്ടുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കാതിരുന്ന കോൺഗ്രസും മറ്റു പ്രതിപക്ഷ പാർട്ടികളും സംഘടനകളും നേതാക്കളുമാണോ സെക്യുലർ? താങ്കൾ തന്നെ പറയൂ. എൻ്റെ അഭിപ്രായത്തിൽ കോൺഗ്രസിനേക്കാൾ സെക്യുലർ ഇക്ബാൽ അൻസാരിയാണ്. അങ്ങനെ ഒരു സന്ദേശമല്ലേ ഭാരതം ലോകത്തിന് നൽകേണ്ടിയിരുന്നത്? അവിടെ രാഷ്ട്രീയം കളിച്ചത് കോൺഗ്രസ് അല്ലേ? ഈ രാജ്യവും ഈ രാജ്യത്തെ ആളുകളും ഇക്ബാൽ അൻസാരിയെയും കാണുന്നുണ്ട്, കോൺഗ്രസിനെയും കാണുന്നുണ്ട്. സമാധാനത്തോടുകൂടി ഈ രാജ്യം ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ആരാണ് ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള വിവേകം ഇന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. സുപ്രീം കോടതിയിൽ നിന്നും രാമക്ഷേത്രത്തിൻ്റെ വിധി വന്ന ദിവസം പോലും 500 വർഷത്തെ പോരാട്ടത്തിന് അവസാനം അവർക്ക് നീതി ലഭിച്ച ദിവസമാണ്. പക്ഷേ
അതൊരിക്കലും ഒരു വലിയ ഉത്സവം പോലെ പടക്കം പൊട്ടിച്ച് ഈ രാജ്യമാകെ ആഘോഷിക്കാൻ ഹിന്ദു സമൂഹം തയ്യാറായില്ല. ഞങ്ങൾ വിജയിച്ചു, മറ്റവരെ തോൽപ്പിച്ചു, ആ രീതിയിലുള്ള ഒരു ബഹളത്തിനും അവർ പോയില്ല. കാരണം ഇതിനെതിരെ പോരാടിയവർക്കും വിഷമമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരു വലിയ ഉത്സവം പോലെ ആ സമൂഹം അതിനെ ആഘോഷിച്ചില്ല. മാത്രമല്ല, അയോധ്യ വിധി വന്ന ദിവസവും ഞാനിത് പ്രത്യേകമായി പറഞ്ഞിരുന്നു. ഇത് ആരുടെയെങ്കിലും വിജയമോ പരാജയമോ അല്ല, ഇത് നമ്മളെല്ലാം ഒരുമിപ്പിക്കാനുള്ള ഒരു ദിവസമാണ്. അതിനെ ആ രീതിയിൽ കാണണമെന്ന് ഞാനും പറഞ്ഞിരുന്നു. അത് ഈ രാജ്യത്തെ ആളുകൾ അംഗീകരിച്ചതായാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് കാണുന്നത് എങ്ങനെയല്ല. അവർക്കെന്നും വേണ്ടത് ഇവിടെ ആളുകൾ തമ്മിലടിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അതാണ് അവരുടെ ചിന്ത. പ്രധാനമന്ത്രിജി, എൻ്റെ അടുത്ത ചോദ്യം എന്നത്, കോൺഗ്രസും മറ്റു പ്രതിപക്ഷ പാർട്ടികളുമൊക്കെ പറയുന്നത് താങ്കൾ എപ്പോഴും ഈ 400 സീറ്റിൽ കൂടുതൽ വേണമെന്ന് ആഗ്രഹിച്ച് സംസാരിക്കുന്നത് 400 സീറ്റുകൾ ലഭിച്ചതിന് ശേഷം വേണം ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്താനെന്നാണ് കോൺഗ്രസ് പറയുന്നത്. താങ്കൾ പലതവണ പറഞ്ഞു ആ രീതിയിലുള്ള ഒരു താല്പര്യവും ഞങ്ങൾക്കില്ല എന്ന്. ബാബാ സാഹേബ് അംബേദ്കറിൻ്റെ നേതൃത്വത്തിലുണ്ടാക്കിയ ഭരണഘടനയിൽ ഒരു മാറ്റവും വരുത്താൻ താങ്കൾ ആഗ്രഹിക്കുന്നില്ല എന്ന് താങ്കൾ പലതവണയും പറഞ്ഞു. പക്ഷേ കോൺഗ്രസ് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് താങ്കൾക്ക് 400 സീറ്റുകൾ ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഈ രാജ്യത്തെ ഭരണഘടനയിൽ ഹിന്ദുത്വത്തിന് അനുകൂലമായ രീതിയിൽ മാറ്റങ്ങൾ വരുത്തുമെന്നാണ്. അതിനെക്കുറിച്ച് താങ്കൾ കുറച്ച് വിശദമായി പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. തീർച്ചയായും അതിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ ഞാൻ പറയാം. പക്ഷേ ഏറ്റവും ആദ്യം ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. 2019 മുതൽ 2024 വരെ ഇപ്പോൾ ഈ കഴിഞ്ഞുപോയ 2ാം ടൈം ഉണ്ടല്ലോ, ഈ 2ാം ടൈമിൽ തന്നെ എനിക്ക് വേണമെങ്കിൽ പാർലമെൻറ്റിൽ എനിക്ക് 400 പേരുടെ പിന്തുണ ഉണ്ടായിരുന്നു. അതായത് BJPക്കും NDAക്കും കൂടെ ചേർന്ന് 2019 തന്നെ, അതായത് ഏകദേശം 360 സീറ്റുകൾ ഞങ്ങൾക്ക് ഓൾറെഡി പാർലമെൻറ്റിലുണ്ട്. അതുകൂടാതെ ഞങ്ങളെടുക്കുന്ന എല്ലാ തീരുമാനത്തെയും പിന്തുണച്ചിരുന്നു ആന്ധ്രാപ്രദേശിലെ YSRും ഒറീസയിലെ BJDയും. പിന്നെ നോർത്ത് ഈസ്റ്റിലെ ചെറിയ പാർട്ടികളും ചേർന്ന് കഴിഞ്ഞാൽ ഏതാണ്ട് 390 സീറ്റുകൾ പാർലമെൻറ്റിൽ ഇപ്പോൾ തന്നെ ഞങ്ങൾക്കുണ്ട്. അതായത് വേണമെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ആ രീതിയിൽ വരുത്തണമെങ്കിൽ ഇപ്പോൾ തന്നെ ഞങ്ങൾക്കതുണ്ട്. പക്ഷേ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ കിട്ടാനുള്ള അർഹത എൻ്റെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരമൊരു ജനവിധി ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള രീതിയിൽ അതാണ് ഞാൻ പ്രവർത്തകരോട് പറഞ്ഞത്. അതുമാത്രമല്ല, ഈ 400 എന്നുള്ള ആശയം തന്നെ ജനങ്ങളിൽ നിന്ന് ഇങ്ങോട്ടാണ് വന്നത്. ജനങ്ങളാണ് പറഞ്ഞത് ഇത്തവണ നരേന്ദ്രമോദിക്ക് 400 കൂടുതൽ സീറ്റുകൾ കിട്ടുമെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞാനതൊരു മുദ്രാവാക്യമായി ഏറ്റെടുത്ത് എൻ്റെ പ്രവർത്തകരോട് പറഞ്ഞത്. ഇനി ഭരണഘടനയുടെ കാര്യം പറയാം. ഞാൻ പ്രധാനമന്ത്രിയായതിനു ശേഷം ഈ രാജ്യമാകെ ഭരണഘടനാ ദിവസം ആചരിക്കണമെന്നുള്ളൊരു തീരുമാനമെടുത്തു. അതിനെ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവ് ഖാർഗെജി പാർലമെൻറ്റിൽ എതിർത്തു. ജനുവരി 26 ആചരിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് പ്രത്യേകമായൊരു ദിവസം എന്നവർ ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ ചിന്ത എന്ന് പറയുന്നത് ഈ ഭരണഘടന ഈ രാജ്യത്തെ കുട്ടികൾ മഹാഭാരതവും രാമായണവും ഒക്കെ പഠിക്കുന്നത് പോലെ, വരും തലമുറകൾക്ക് പകർന്നു കൊടുക്കുന്നത് പോലെ കുട്ടികളും കോളേജുകളും അതിനെക്കുറിച്ച് ചർച്ചകൾ സംഘടിപ്പിക്കണം, സംവാദങ്ങൾ സംഘടിപ്പിക്കണം, സെമിനാറുകൾ സംഘടിപ്പിക്കണം. ആ രീതിയിൽ അതിനുവേണ്ടി പ്രത്യേകമായി അങ്ങനെ ആചരിക്കണമെന്ന് തീരുമാനിച്ചു. എൻ്റെ സർക്കാർ അത് ആചരിക്കുകയും ചെയ്തു. ഇത് കേവലം ഞാൻ പ്രധാനമന്ത്രിയായതിനു ശേഷം മാത്രമുണ്ടായതല്ല കേട്ടോ. ഞാൻ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായ സമയത്തും നമ്മുടെ ഭരണഘടനയുടെ 60ാം വാർഷികം ദേശീയ തലത്തിൽ ആചരിക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ അന്ന് കോൺഗ്രസ്സാണ് ഭരിച്ചിരുന്നത്, അവരൊന്നും ചെയ്തിരുന്നില്ല. പക്ഷേ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നുകൊണ്ട് ഭരണഘടന ആനപ്പുറത്ത് എഴുന്നള്ളിച്ചുകൊണ്ട് ഞാൻ ഒരു വലിയ ചടങ്ങ് നടത്തിയിരുന്നു. ആ ആനയ്ക്ക് പിന്നിൽ ഞാൻ ചെരുപ്പിടാതെ നടന്നിരുന്നു. ഞാൻ ഉദ്ദേശിച്ചത് ജനങ്ങളും വരും തലമുറയും കുട്ടികളും മനസ്സിലാക്കണം, പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ അല്ല, അതിനു മുകളിലാണ് ഭരണഘടന എന്ന് മനസ്സിലാക്കിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അതുമാത്രമല്ല, 2014ലും 2019ലും ഞാൻ പ്രധാനമന്ത്രിയായി അധികാരത്തിൽ കയറി പാർലമെൻറ്റിലേക്ക് വരുമ്പോൾ ഏറ്റവും ആദ്യം ഭരണഘടനയ്ക്ക് അർഹിക്കുന്ന ആദരവും പരിഗണനയും നൽകിയിട്ടാണ് ഞാൻ സംസാരിച്ചു തുടങ്ങിയത് തന്നെ. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയോട് എനിക്കുള്ള സമീപനം. ഇനി ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയോട് ഇപ്പോൾ ഭരണഘടനയ്ക്ക് വേണ്ടി ഘോരഘോരം വാദിക്കുന്ന കോൺഗ്രസ്സുകാർ എന്താണ് ചെയ്യുന്നതെന്ന് കൂടി നമ്മൾ പരിശോധിക്കണം. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയെ ഫിസിക്കലായും അതിൻ്റെ അന്തസത്തയുടെ കാര്യത്തിലാണെങ്കിലും അതിൻ്റെ മൂല്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നശിപ്പിക്കുകയാണ് കോൺഗ്രസ് എല്ലാ കാലത്തും ചെയ്തിരുന്നത്. ഞാൻ ഉദാഹരണ സഹിതം പറഞ്ഞു തരാം. ഈ ഭരണഘടന ആദ്യമായി ഈ രാജ്യത്ത് തയ്യാറാക്കിയപ്പോൾ നന്ദലാൽ ബോസ് എന്ന് പറയുന്നൊരു ചിത്രകാരൻ അതിൻ്റെ ആമുഖമായി നല്ല ഒരു ചിത്രമുണ്ടാക്കിയിരുന്നു. അതെന്ന് പറയുന്നത് വെറുമൊരു ചിത്രം മാത്രമായിരുന്നില്ല. ആയിരക്കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ ഭാരതത്തിൻ്റെ ആ ചരിത്രവും സംസ്കാരവും പാരമ്പര്യവും തനിമയുമൊക്കെ എല്ലാ കാലത്തും നിലനിൽക്കുന്നതിന് വേണ്ടി, വരും തലമുറയ്ക്ക് പകർന്നു നൽകുന്നതിന് വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു. എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്ന രാജാക്കന്മാരുടെ കാര്യങ്ങളുമൊക്കെ വളരെ വിശദമായി ആ ചിത്രത്തിൽ ഉൾക്കൊള്ളിച്ചിരുന്നു. അതെന്ന് പറയുന്നത് വെറുമൊരു ചിത്രമായിരുന്നില്ല, അതൊരു വലിയ സന്ദേശമായിരുന്നു. നമ്മുടെ ഭാരതത്തിൻ്റെ പൂർവികരെക്കുറിച്ചുള്ള, നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരത്തെക്കുറിച്ചുള്ള, നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ചുള്ള ഒരു നേർക്കാഴ്ചയായിരുന്നു അത്. കോൺഗ്രസ് ഏറ്റവും ആദ്യം ചെയ്തത് ഈ ചിത്രം നീക്കം ചെയ്യുക എന്നുള്ളതാണ്.
ഭരണഘടന എന്ന പുസ്തകത്തോട് അവർ ചെയ്ത അനീതിയാണ് ഞാൻ ആദ്യം പറയുന്നത്. ആമുഖത്തിലെ ചിത്രമുണ്ടല്ലോ, ഇത് ഏറ്റവും ആദ്യം കോൺഗ്രസ് നീക്കം ചെയ്ത് കളഞ്ഞു. ഇനി ഭരണഘടനയുടെ അന്തസ്സത്തെയും ആത്മാവും ഇല്ലാതാക്കാൻ കോൺഗ്രസ് എന്തൊക്കെയാണ് ചെയ്തത്? ജവഹർലാൽ നെഹ്റു ഏറ്റവും ആദ്യം ചെയ്ത കാര്യം എന്താണ്? ഭരണഘടനയിൽ ഏറ്റവും ആദ്യം വരുത്തിയ അമെൻമെൻറ്റ് എന്നത് ഭരണഘടന വിഭാവനം ചെയ്തിരുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം, അതിൻ്റെ കടയ്ക്കൽ കത്തിവെക്കുകയാണ് നെഹ്റു ഏറ്റവും ആദ്യം ചെയ്തത്. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ ആത്മാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ് നെഹ്റു മുറിച്ചു കളഞ്ഞത്. ആ ആളുകളാണ് ഇപ്പോൾ ജനാധിപത്യത്തെക്കുറിച്ചും അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഒക്കെ പറയുന്നത്. അതായത് ഭരണഘടനയുടെ ശരീരത്തെയും ആത്മാവിനെയും അവർ ഇല്ലാതാക്കി. ഇനിയും ചെയ്തിട്ടുണ്ട്, പറഞ്ഞുതരാം. ഭരണഘടനയുടെ ആശയം എന്ന് പറയുന്നത് തന്നെ ഫെഡറലിസം ആയിരുന്നു, യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആയിരുന്നു. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 356 ദുരുപയോഗം ചെയ്ത് 100-ലധികം തവണയാണ് സംസ്ഥാന സർക്കാരുകൾക്ക് മേൽ കേന്ദ്ര സർക്കാർ അധികാരം ഉപയോഗിച്ച് അവരെ ബുദ്ധിമുട്ടിച്ചത്. എത്ര സംസ്ഥാന സർക്കാരുകളെയാണ് രാത്രിക്ക് രാത്രി ഒരു ദിവസം കൊണ്ട് പുറത്താക്കിയത്. അതിനുശേഷമാണ് ഭരണഘടനയോട് ഏറ്റവും വലിയ ക്രൂരത ചെയ്തത്, അടിയന്തരാവസ്ഥ. എമർജൻസി കൊണ്ടുവന്ന് ഭരണഘടന എന്ന് പറയുന്ന മഹത് ഗ്രന്ഥത്തെ ചവറ്റുകുട്ടയിൽ കളയുന്നതിന് തുല്യമായ പ്രവൃത്തിയാണ് ഇന്ദിരാഗാന്ധി ചെയ്തത്. അതിനുശേഷം ഇപ്പോഴും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ അന്തസ്സത്ത ഇല്ലാതാക്കാനുള്ള പ്രവൃത്തിയാണ്. ഇപ്പോൾ അവർ പറയുന്നത് ഇത്രയും കാലവും അവർ ഭരണത്തിലിരുന്നിട്ടും ചെയ്യാതിരുന്ന കാര്യമാണ് അവർ ഇപ്പോൾ ചെയ്യുമെന്ന് പറയുന്നത്, മതത്തിൻ്റെ പേരിൽ സംവരണം കൊണ്ടുവരുമെന്ന്. ഇപ്പോഴും ഭരണഘടനയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് കോൺഗ്രസ് തന്നെയാണ്. ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം. നമ്മൾ ഈ ബസ്സിലൊക്കെ സഞ്ചരിക്കുമ്പോൾ ഈ പോക്കറ്റടിക്കാർ 2-3 പേരായിരിക്കും ബസ്സിൽ കയറുക. അതിൽ ഒരാൾ പേഴ്സ് പോക്കറ്റടിച്ച് അവരുടെ പോക്കറ്റിൽ വെക്കും. എന്നിട്ട് അതേ ആൾ തന്നെ പറയും, അയ്യോ എൻ്റെ പോക്കറ്റടിച്ച് എന്ന് പറയും. അപ്പോൾ ഇതേ പോക്കറ്റെടുക്കാരൻ്റെ കൂട്ടത്തിലുള്ള മറ്റൊരാൾ അതേ ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടും. ബസ്സിലുള്ളവരെല്ലാം ഓടിയ ആളുടെ പിന്നാലെ ഓടും. കൂട്ടത്തിൽ ഈ പേഴ്സ് നഷ്ടപ്പെട്ട ആളും ഓടും. യഥാർത്ഥത്തിൽ പോക്കറ്റ് അടിച്ച ആൾ ഈ പേഴ്സുമായി കടന്നു കളയുകയും ചെയ്യും. ഈ രീതിയിലാണ് കോൺഗ്രസ് പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവരെ പോക്കറ്റ് അടിക്കാരെന്ന് വിളിച്ച് ആക്ഷേപിക്കുകയല്ല. പക്ഷേ ഈ രീതിയിലാണ് കോൺഗ്രസ് ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നത്. മോദി ഏകാധിപതിയാണ്, BJP ഭരണഘടന മാറ്റാൻ പോവുകയാണ്, മോദി അങ്ങനെയാണ്, മോദി ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ ഭയപ്പെടുത്തി ശരിക്കും ഈ ക്രൂരതകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരാണ്. കാലങ്ങളായി ഇതേ കോൺഗ്രസ് തന്നെയാണ് ഭരണഘടനയെ ദ്രോഹിച്ചിട്ടുള്ളത്, ഇപ്പോഴും ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഭരണഘടനയുടെ അന്തസ്സത്ത ഇല്ലാതാക്കിയതും അവർ തന്നെയാണ്. ഇനിയും അതിൽ എന്തെങ്കിലും മൂല്യം ബാക്കിയുണ്ടെങ്കിൽ അതും കൂടി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതും കോൺഗ്രസ്സുകാർ തന്നെയാണ്. മതത്തിൻ്റെ പേരിൽ സംവരണം കൊണ്ടുവന്ന് മുസ്ലിം അപ്പീസ്മെൻറ്റിന് വേണ്ടി ആ രീതിയിൽ ഇവിടെ വിഘടനവാദം കൊണ്ടുവന്ന് ജനങ്ങളെ തമ്മിൽ തല്ലിച്ച് ഈ രാജ്യത്ത് കലാപമുണ്ടാക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. ഈ രാജ്യത്തിൻ്റെ സമാധാനമില്ലാതാക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. മതത്തിൻ്റെ പേരിൽ സംവരണം കൊണ്ടുവരിക എന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി പറയുന്നത് ഭാരതത്തിൽ ബാക്കിയുള്ള ആത്മാവിൻ്റെ കടക്കൽ കത്തിവെക്കുന്നതിന് തുല്യമാണ്, ശവപ്പെട്ടിയിൽ അവസാന ആണിയടിക്കുന്നതിന് തുല്യമാണ്. മതത്തിൻ്റെ പേരിൽ ഈ രാജ്യത്തെ വിഘടിപ്പിച്ചവരാണ് കോൺഗ്രസ്. അതിൻ്റെ അപകടത്തിൽ നിന്ന് പോലും ഇത്രയും വർഷങ്ങളായിട്ടും ഭാരതം മുക്തമായിട്ടില്ല. ഇനി ഒരിക്കൽ കൂടി മതത്തിൻ്റെ പേരിൽ ജനങ്ങളെ വിഘടിപ്പിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. ഒരിക്കലും ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അതിന് അനുവദിക്കില്ല. മോദിജി, എനിക്ക് അടുത്ത ചോദിക്കാനുള്ളത്, സൗത്ത് ഏഷ്യയിലാകെ എല്ലാ രാജ്യങ്ങളും നടത്തിയൊരു പഠനപ്രകാരം ഒരു പുതിയ സർവേ പുറത്തു വന്നിട്ടുണ്ടല്ലോ. ആ സർവേയിൽ പറയുന്നത് സൗത്ത് ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷ വിഭാഗത്തിന് ശോഷണം സംഭവിച്ചത്, ജനസംഖ്യയിൽ കുറവ് സംഭവിച്ചത് ഇന്ത്യയിലാണെന്നാണ്. കഴിഞ്ഞ 80 വർഷത്തിൽ ഹിന്ദു പോപ്പുലേഷനിൽ 8% കുറവാണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് ഓരോ 10 വർഷം കൂടുന്തോറും 1% ഹിന്ദു പോപ്പുലേഷൻ ഭാരതത്തിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നിട്ടും ഈ രാജ്യത്താകെ അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഭാരതത്തിൽ മുസ്ലിങ്ങൾക്കാണ് ജീവിക്കാൻ പറ്റാത്തത്, മുസ്ലിങ്ങളാണ് അപകടത്തിൽ എന്നുള്ള രീതിയിലുള്ള ചർച്ചകളാണ് വരുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത്, ഇത്തരം ചർച്ചകൾ കൊണ്ടുവരുന്നത് ശരിക്കും താങ്കളെ ആക്രമിക്കുന്നതിന് മാത്രമല്ല. അതായത് താങ്കളിപ്പോൾ ഗൾഫ് രാജ്യങ്ങളുമായും മുസ്ലിം രാജ്യങ്ങളുമായും വളരെ നല്ല ബന്ധമാണ് പുലർത്തുന്നത്. ആ ബന്ധം കൂടി ഇല്ലാതാക്കാൻ ഈ രീതിയിലുള്ള ചർച്ചകൾ ഉപകരിക്കില്ലേ? തീർച്ചയായും അർണബ്ജി, താങ്കൾ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ്. എനിക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഈ രാജ്യത്തിനും ഈ രാജ്യത്തിന് പുറത്ത് ജീവിക്കുന്ന ഭാരതീയർക്കുമാണ് ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ ദോഷമുണ്ടാകുന്നത്. ഒന്നുകിൽ അവർ ഇതൊന്നും മനസ്സിലാക്കാതെ പറയുകയാണ്, അല്ലെങ്കിൽ മനഃപൂർവ്വം ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ രാജ്യത്തിന് അപകടമുണ്ടാക്കുന്ന വിധം ചർച്ചകൾ ചെയ്യുകയാണ്. രണ്ടാമത്തെ കാര്യം, താങ്കൾ ഈ പറഞ്ഞ റിപ്പോർട്ട് ഞാനും ശ്രദ്ധിച്ചിരുന്നു. ആ റിപ്പോർട്ടിൽ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 1950 മുതൽ 2015 വരെ ഈ ലോകത്തിലാകെ 170 രാജ്യങ്ങളിൽ ന്യൂനപക്ഷങ്ങളുടെ സ്ഥിതി എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള സർവേ ആയിരുന്നു. ഏത് രാജ്യത്താണ് ന്യൂനപക്ഷം ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത്, ഇല്ലാതാകുന്നത്, ആക്രമിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള സർവേ ആയിരുന്നു. താങ്കൾ പറഞ്ഞ ഈ റിപ്പോർട്ട് പ്രകാരം പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും എല്ലാം ന്യൂനപക്ഷത്തിൻ്റെ ജനസംഖ്യ വളരെയധികം കുറഞ്ഞു.
വളരെയധികം കുറഞ്ഞു. പക്ഷേ ആ സർവേ പ്രകാരം ഭാരതത്തിൽ 43% വർധനമാണ് ന്യൂനപക്ഷ വിഭാഗത്തിനുണ്ടായിരിക്കുന്നത്. അത് ലോകത്തിലെ ഈ 170 രാജ്യങ്ങൾ നോക്കിയാൽ ഭാരതത്തിലാണ് ന്യൂനപക്ഷങ്ങൾ ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല രാജ്യം ഈ 170 രാജ്യങ്ങളിൽ ഭാരതമാണ്. അവിടെയാണ് ഭാരതത്തിലെ ഭൂരിപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഹിന്ദു വിഭാഗം 8% 1950 നിന്നും 2015 വരെ കുറഞ്ഞിരിക്കുന്നുവെന്നും മനസ്സിലാക്കേണ്ടത്. 8% ഭൂരിപക്ഷ ജനവിഭാഗത്തിൽ കുറവുണ്ടായിട്ടുണ്ട്. ഞാനിതിനെക്കുറിച്ച് കൂടുതൽ ഇപ്പോൾ പറയുന്നില്ല. പക്ഷേ ഈ റിപ്പോർട്ടിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യം എന്താണ്? ലോകം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? എല്ലാവർക്കും എല്ലാം വളരെ കൃത്യമായി മനസ്സിലാകുന്നുണ്ട്. ഈ സർവേ പ്രകാരം ലോകത്തിൽ ഏറ്റവും സുരക്ഷിതമായി ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്ന രാജ്യം ഭാരതമാണെന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ പിന്നെ ഈ നുണകൾ പറഞ്ഞ് ഈ രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ ഉദ്ദേശം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരോടൊപ്പം ഈ രാജ്യത്തുള്ള രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ഈ രാജ്യം കാലങ്ങളോളം ഭരിച്ച പാരമ്പര്യമുള്ള കോൺഗ്രസും അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ നരേറ്റീവ് ലോകമാകെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നും ജനങ്ങൾ മനസ്സിലാക്കണം. ഭാരതം ഏതാണ്ട് പൂർണ്ണമായും ഹിന്ദു രാജ്യമായിരുന്ന കാലത്ത് പോലും മറ്റു രാജ്യങ്ങളെ ആക്രമിക്കാനോ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാനോ മറ്റുള്ളവരെ ആക്രമിച്ച് അവരുടെ ഭൂമി സ്വന്തമാക്കാനോ ഒരു തരത്തിലും മറ്റേതെങ്കിലും രാജ്യത്തെ കീഴ്പ്പെടുത്താനോ ആക്രമിക്കാനോ നശിപ്പിക്കാനോ കൊള്ളയടിക്കാനോ ശ്രമിച്ചിട്ടില്ല. ലോകം മനസ്സിലാക്കേണ്ട കാര്യം, ഈ രീതിയിൽ ഹിന്ദു ജനസംഖ്യയിൽ കുറവുണ്ടായാൽ ഭാരതത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ സംസ്കാരം അത് ഇല്ലാതായാൽ ലോകത്തിന് തന്നെയാണ് ദോഷമുണ്ടാകുന്നത്. അതാണ് ലോകം മനസ്സിലാക്കേണ്ടത്. ആരെയും ശത്രുക്കളായി കാണാതെ എല്ലാവരെയും ഒരുപോലെ കണ്ട് വസുധൈവ കുടുംബകം എന്ന സങ്കല്പത്തോടു കൂടി ജീവിക്കുന്ന ഒരു സമൂഹം, ആ ഭാരതീയരുടെ സംസ്കാരവും പാരമ്പര്യവും അവരുടെ അസ്തിത്വമായ ഹിന്ദുത്വവും ഇല്ലാതായാൽ ഈ ലോകത്തിന് തന്നെയാണ് അപകടമെന്ന് ലോകമാണ് മനസ്സിലാക്കേണ്ടത്. ഇത് ലോകമാകെ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ഭാരതം നിലനിൽക്കേണ്ടത് ലോക സമാധാനത്തിന് അത്യാവശ്യമാണ്. പക്ഷേ ഇവിടെ വരുന്ന ചർച്ച എന്ന് പറയുന്നത് ഭാരതത്തിൽ ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു, ആക്രമിക്കപ്പെടുന്നു, മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല എന്നുള്ള രീതിയിലുള്ള തെറ്റായ നരേറ്റീവുകളാണ്. ഭാരതം ഈ രീതിയിൽ അതിൻ്റെ ആത്മാവോടുകൂടി നിലനിൽക്കേണ്ടത് ലോക സമാധാനത്തിൻ്റെ ആവശ്യമാണ്. ഈ രാജ്യത്തിൻ്റെ കണ്ണ് തുറപ്പിക്കുന്ന ഒരു മറുപടിയാണ് താങ്കൾ പറഞ്ഞത്.